നിങ്ങൾ കണ്ട വിഷ്ണു അല്ല ഈ വിഷ്ണു 2009 ഇവൻ ജയിച്ചിക്കണ്. ഇവനൊക്കെ തോറ്റു. കണ്ണൻ ജയിച്ചു. അവൻ ജയിച്ചു. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയ ദിവസത്തിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ട് കൊടുക്കേണ്ട ദിവസമാണ്. ഇന്ന് കുത്തണം. ഇന്ന് കുത്തണോനാണ്. പിന്നെ ഇവിടെ അങ്ങോട്ട് നമ്മളെ എന്തൊക്കെയായാലും ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. ചായ കുടിക്കണം. 8:45 ചിന്നു ആയിരിക്കും ചായ കുടിക്കേണ്ട. അമ്മൻ്റെ ചായ കുടി കഴിഞ്ഞു. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. നമ്മളുടെ സമ്മതിദാനാവകാശം നമ്മൾ അർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ നൂൽപുട്ടുണ്ട്. നൂൽപുട്ടെന്ന് ഞങ്ങൾ അവിടെ തന്നെ പറയാം. നൂൽപുട്ട് അതിനിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ മറന്നല്ലോ. ഞാൻ കഴിഞ്ഞ യാത്ര അങ്ങനെ കേരളത്തിൽ കൂടെ പോകുന്നപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നുപോയി. എന്തൊക്കെയായാലും വർത്തമാനമായിട്ട് പറയാനുള്ള കാര്യം, ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടാണ്ട്. ആ സ്റ്റാൻഡ് കിട്ടാനില്ല. ഞാൻ ഓൺലൈനിൽ തിരഞ്ഞു. അതുപോലെ തന്നെ ഞാൻ അല്ലാത്ത ഷോപ്പുകളിൽ തിരയാറുണ്ട്. വണ്ടൂർ ഒരു ഷോപ്പാണുള്ളത്. പിന്നെ നിലമ്പൂർ, മഞ്ചേരി പോകണം. ഒരു സ്റ്റാൻഡിനാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഞാൻ കറങ്ങിത്തിരിഞ്ഞ് നടക്കാറുള്ള ടൈം ഒരുപാട് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഉള്ളത് ഒരെണ്ണം വാങ്ങിക്കുക, എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് തൽക്കാലം അതിങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ എവിടെ നിന്നൊക്കെ കാണുമ്പോൾ വേറെ ഒന്നും മേടിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമ്പിംഗ് വീഡിയോ അധികം വൈകാതെ ചെയ്യണം തന്നെയാണ്, ചെയ്യും. ഈ ഒരു മതിലിനപ്പുറത്ത് ആര്യൻ്റെ സ്കൂളിലാണ് നമ്മുടെ വോട്ടിംഗ് ഉള്ളത്. നമ്മുടെ പോളിംഗ് ബൂത്ത് അതാണ്. ഞാൻ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. പോയി നോക്കാം. വലിയൊരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, ഇപ്രാവശ്യത്തെ ഈ വോട്ട് എന്ന് പറയുമ്പോഴേ നമ്മളെ വാർഡിൽ ചെയ്യുന്ന പോലെയല്ല. പലയിടങ്ങളിലായിട്ട് വോട്ടർമാരെ കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മൾ വന്ന് ചെയ്യണവർക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. വാർഡിൻ്റെ വോട്ടിലാണ് ഒരു വോട്ട് പോലും പുറത്തു പോകാതെ ചെയ്യിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിനി വണ്ടി എടുക്കുന്നു, സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഓട്ടമൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം. ആരും അങ്ങനെ അങ്ങടിയിലേക്കൊന്നും ഇറങ്ങില്ല. എന്നാൽ പോയി നമ്മളുടെ ജോലി അത് ചെയ്യാൻ നോക്കാം. കാക്കിയൊന്നും വല്ലാണ്ടില്ല കേട്ടോ. ഇങ്ങനെ അരിക്കൂട്ടും നമ്മൾ. ഇവിടെ നമ്മളുടെ പഠിക്കൽ തന്നെ ഇവിടെ പന്തലൊക്കെ ഇട്ട് LDFകാർ ഒരു ബൂത്ത് ഓപ്പൺ ആക്കിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇറങ്ങി. ഇലക്ഷനാണ്, എല്ലാവരും വോട്ടൊക്കെ ചെയ്തു എന്ന് കരുതുന്നു. ഞാൻ എന്തായാലും ചെയ്തേക്കണേ. ചെയ്യാത്തവരുണ്ടോ? അവിടെ കോൺഗ്രസ്സുകാരുണ്ട് കേട്ടോ. അവിടെ UDFൻ്റെ ഉണ്ട്. കണ്ടോ ആ ബൂത്ത്? കണ്ടോ നിങ്ങൾ? എനിക്കറിയില്ല. നമ്മൾ ഈ വളവത്തിന് പിന്നെ ഞാൻ ഇറങ്ങി വരുന്നവിടെ തന്നെയാണ്. അവർ സാധാരണ അവിടെ തന്നെ ഇരിക്കല്, ഇവർ സാധാരണ ഇവിടെ തന്നെ ഇരിക്കല്. ഇവിടെ പിന്നെ BJPൻ്റെ ബൂത്തൊന്നും ഇവിടെ ഇല്ല. BJPൻ്റെ നമ്മുടെ വാർഡിലില്ല. മെയിൻ അതാ. അങ്ങനെ ഇത് ഞങ്ങളുടെ പാലാകെ വർണ്ണശബളമാക്കിയിട്ടുണ്ടല്ലോ നല്ല. ഓ മൈ ഗോഡ്, നല്ല ഭംഗി അത് കാണാൻ. പക്ഷെ എങ്കിൽ എന്താ പ്രശ്നം അറിയോ? അടിപൊളിയാണ്. നല്ല രസമുണ്ട്. അധികം അനിൽകുമാറും ഉണ്ട്. ആ ദാമോദരേട്ടനും അനിൽകുമാറും ആണ് ഉള്ളത്. ഇതിന്റെ സംഭവം എന്താ വെച്ചാല്, ഇത് ഇനി എന്താ സംഭവിക്കാറിയോ? കുറച്ച് മഞ്ഞൊക്കെ വീണിട്ട് അതങ്ങനെ ഓട്ടോമാറ്റിക്കലി ചാടി തോട്ടിലൊക്കെ വീണ് അങ്ങനെയൊക്കെ കിടക്കും. ചിലത് കാണാൻ പറിച്ചു കൊണ്ടുപോകണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊക്കെ അവര് ആ കെയർ കട്ട് ചെയ്താണ്ട് പറിച്ചിട്ടുണ്ട്. അല്ലാത്തൊക്കെ അവിടെ ചാടി കിടക്കുന്ന കാണാം. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അതുകൊണ്ടുള്ളത്. പേപ്പറാണ്, എന്നാൽ പോലും വൃത്തികേടാവാൻ വേണ്ടി പാടുള്ളത്. ഇപ്രാവശ്യം എങ്ങനെ ആവും നമുക്ക് നോക്കാം. ഇന്നലെ പറഞ്ഞതുപോലെ ബസ് വളരെയധികം കുറവുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാലായി. പക്ഷെങ്കിൽ ബസ് കുറവായി കഴിഞ്ഞാൽ ടൗണിലേക്ക് ആരും എത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ട്രിപ്പൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇവിടെ നിർത്തുന്നുണ്ട്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രിപ്പ് കിട്ടിയേക്കുവാണ്. 70 രൂപയുടെ ട്രിപ്പ്. കൈനീട്ടമാണ് നമ്മളുടെ. കൈനീട്ടം നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ പോയിട്ട് ഓഫ് ചെയ്തത് പോലും ഇല്ല. ഞാനൊരു ട്രിപ്പും കൂടി പോയി. ഇപ്പൊ ഫസ്റ്റ് ക്യാപ്പിൽ നിൽക്കുകയാണ്. വളരെ വിജനമായി കിടക്കുവാണ് മൊത്തത്തിലുള്ള പരിപാടി എന്ന് പറയുന്നത്. അടുത്ത ട്രിപ്പ് എടുക്കൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടിയാണ്. മരക്കലം കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരുന്നു. 30 രൂപ അതടിച്ചിട്ടുണ്ട്. അങ്ങനിപ്പോ നമ്മള് ഏതാണ്ട് 160 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. 160 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. അടുത്ത ഇന്റെ വേക്കത്തെ വണ്ടി
അടുത്ത മരക്കലങ്ങുന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വല്ലാത്തൊരു പണി നടക്കുന്നുണ്ടല്ലോ. പാടത്ത് കൂടെ ഒക്കെ കരിങ്കല്ലിന്റെ പൊടി പോയിട്ട്. ഓ മൈ ഗോഡ്, മണ്ണിടാനുള്ള പരിപാടി ഉണ്ടോന്ന്. മണ്ണിടുവാണെങ്കിൽ അല്ല, ഇപ്പൊ നമ്മുടെ ടൗണിൽ ഇനി ഈ ഒരു ഏരിയക്ക് എന്തായാലും ഈ പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തേണ്ടി വരും. കാരണം ഞങ്ങളുടെ ബൈപ്പാസ് ആണത്. ഈ ബൈപ്പാസിൽ ബിൽഡിങ്ങുകൾ കയറുന്ന നിർബന്ധമാണ്. കയറുമ്പോഴാണ് ടൗൺ വികസിക്കുന്നത്. അത് കയറണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി പാടങ്ങളൊക്കെ മണ്ണിടേണ്ടി വരും. ഒന്ന് ഇപ്പൊ ആ ഒരു പടവ് കെട്ടിയിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലൊന്നും എന്താ പറയാ കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന വെള്ളക്കെട്ടുകളായിരുന്നു. വെള്ളക്കെട്ട് പറഞ്ഞാൽ അതിലൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പൊ ആ ഒരു പാടം ഇങ്ങനെ പരന്ന് കിടക്കല്ലേ. അപ്പൊ അതിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒലിച്ചു വരലാണ് ആ ഒരു തോട്, നമ്മളവിടേക്ക് വരുന്ന തോട്. നമ്മളിപ്പോ തോടിന്റെ മേലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് ഒരു വട്ടം നമ്മൾ വീഡിയോ ചെയ്തതാണ്, മീൻ പിടിക്കുന്നതൊക്കെ ആ ഓവലത്തിന്റെ ഉള്ളിൽ കൂടെ. 2 തോടാണ് ഇവിടെ ജോയിന്റ് ആവുന്നില്ല, ഇതുവഴി കടന്നു പോകുന്നത്. രണ്ടും അപ്പുറമാണ്. ശരിക്കും ആ 2 തോട് ഒറ്റ തോടാക്കി വിടാം. പക്ഷേ എങ്കിൽ താഴെഭാഗത്തേക്ക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 2 തോട് ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ 2 സൈഡിലും പാടെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇപ്പൊ 2 സൈഡ് കൂടെ അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒഴുകുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളമൊക്കെ സുലഭമായിട്ട് കിട്ടാനും. പിന്നെ ഞാൻ കാണുമ്പോഴേ എന്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ 2 തോടായിട്ട് തന്നെയാണ് ഇത് പൊക്കോണ്ടിരുന്നത്. നമ്മളവിടെ വെച്ചാണ് ഇത് ജോയിന്റ് ആവണം. നമ്മുടെ പാലത്തിന്റെ മേലെ വെച്ചിട്ട്, നമ്മുടെ പാലവും തോടൊക്കെ ഉണ്ടല്ലോ, നമ്മളിന്ന് രാവിലെ ആ ഒരു എന്താ പറയാ പോസ്റ്ററൊക്കെ ഒട്ടിച്ച കണ്ടില്ലേ പാലം, ആ ഒരു ഏരിയയിൽ അതിന്റെ കുറച്ച് മേലായിട്ടാണ് ഈ 2 തോടുകളും ജോയിന്റ് ആവുന്നത്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അങ്ങനെ അടിപിടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഒരു അടി ഉണ്ടായിരുന്നു. ആ ഒരു അടിയില് ഞങ്ങൾ ഒരുത്തനെ പിടിച്ചടിച്ചു. അടിക്കണേ അടി കിട്ടത്തിന് കാരണമുണ്ട്. അത് ഉള്ള കാരണം അത് ഓനും അറിയാം, ഞങ്ങൾക്കും അറിയാം. പ്രശ്നമൊന്നുമില്ല. എന്തായാലും അത് നമ്മളുടെ ആ ഒരു പ്രായം, ആ പ്രായത്തെ അടി കൂടി. ഇപ്പൊ ഞാന് ചായ കുടിച്ചപ്പോ ഓനെ കണ്ടേ, അറിയോ ചോദിച്ചു. ആ അറിയാറ്. ഓനെ കാണലൊക്കെ ഉണ്ട്, പക്ഷെ മൈൻഡൊക്കെ ഇല്ലേ. അപ്പോ ഇപ്പൊ അതൊക്കെ പറഞ്ഞ കുറച്ചേരം അങ്ങാണ്ടും ഇരുന്ന് ചിരിച്ചു. എന്താ പറയാ, അങ്ങനെയൊക്കെ അല്ലേ നമുക്കൊക്കെ എത്ര അനുഭവങ്ങളാണ് അങ്ങനെ ഓരോരോ. ഇപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ അന്ന് അതൊക്കെ വലിയ പ്രശ്നമാക്കിയ അടിപിടി കൂടി. കാരണം ആർക്കൊന്നും പറ്റാത്ത നല്ല കാലം. ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് പോയേനല്ലേ. അത്ര കണ്ട് പ്രശ്നമായിരുന്നത് ചോരക്കളിയായിരുന്നു. നമ്മളെന്തായാലും ഒരു 280 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. ഒരു 20 രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. സമയമൊക്കെ ഏറെക്കുറെ ആയി. സമയം ഇവിടെ 1 മണിക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ട്, ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് ഇവിടുത്തെ ഒരു സ്കൂളിലാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോളിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ പ്രാവശ്യം ആര് ഭരിക്കും കേരളം അല്ലെ? 3-ാം തീയതി ഓട്ടോ ഒന്നും ഉണ്ടാവില്ല. 3-ാം തീയതി ഫുള്ളായിട്ട് ടിവിന്റെ മുന്നിലൊക്കെ കേൾക്കാരെല്ലാവരും. ഒരു 60 രൂപയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. നമ്മളപ്പോ 60 പറഞ്ഞാൽ 370 രൂപയ്ക്ക് ഓടി. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ 1-2 ലോക്കൽ പോയി എന്നിട്ടാണ് കേട്ടോ. ഇതിലൊക്കെ ആകെ തോരണങ്ങൾ കിട്ടിയിട്ട് കണ്ടങ്ങള്. ഇവിടുത്തെ ബൂത്ത് ഇവിടെ എവിടെയോ ആണ്. ഇവിടെ ഒരു മദ്രസ് ഉണ്ട്. മദ്രസിനകത്താണ് ഇവിടുത്തെ ബൂത്ത്. മദ്രസിലാണ്. അതാണ് ബൂത്തിനടുത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ തോരണങ്ങളെ കെട്ടിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാണാൻ നല്ല രസമൊക്കെ തന്നെയാണ്. ഒരു ആവേശം തരുന്ന പരിപാടിയൊക്കെ തന്നെ. എന്ത് പറയാൻ. ഇവിടെ നിന്ന് നേരാണ്ടാവും വാണിയമ്പലം ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ എന്ന ഈ ബോർഡിന്റെ ആ റോട്ടിന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോളിംഗ് സ്റ്റേഷനാണ്. അവിടെയാണ് പോളിംഗ് ബൂത്ത് ഉള്ളത്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ അവിടെ ആയിരിക്കും. നമ്മളിപ്പോ 380 എന്ന നേരത്തെ നമ്മൾ ഓടിയിരുന്ന പൈസ അല്ലെ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പോരൂര് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. പോരൂര് എന്ന് പറയുമ്പോ കോട്ടക്കുന്ന് എന്നൊക്കെ പറയാം. പോരൂരെന്നും പറയാം, കോട്ടക്കുന്നെന്നും പറയാം. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഏരിയയിലാണ്. എന്തായാലും നമ്മൾ 350 നിൽക്കുമ്പോൾ നമ്മൾക്ക് നാട്ടിൽ നിന്ന് ഒരു ലോക്കൽ അങ്ങാടിയിലേക്ക് അപ്പൊ 420. ഇപ്പൊ നമ്മൾ പോകേണ്ടത് 110. അപ്പൊ നമ്മൾ അങ്ങനെ 530 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. ഈ ഒരു നേരായപ്പേക്ക് കാരണം ചോറിന നേരമായി. ഇവിടുത്തെ 7s ഫുട്ബോൾ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഭ്രാന്തുള്ള ആ ഒരു സമയത്ത് ഒരുപാട് തവണ ടൂർണമെന്റ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ. മമ്മി ചോറ് തിന്നുകയാണ്. ആര്യ ചോറ് തിന്നോ?
വോട്ട് ചെയ്തോ? എന്തൊക്കെ കാണണപ്പോ. ഇപ്പൊ കുറച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കണ പരിപാടിയൊക്കെ തുടങ്ങിയിക്കട്ടെ. എന്താ പറ്റി അറിയില്ല. സാമ്പാർ, പപ്പടം, എന്താ കായപ്പേരി, പിന്നെ മീന് അല്ലേ. ചെക്കന്മാരെ പൂക്കോട്ടുംപാടം ടൗണിലോ? പൂക്കോട്ടുംപാടം ടൗൺ. അങ്ങ് നമുക്ക് പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണാം. ആ കാക്കൊക്കെ പറക്കുന്നതിന്റെ ഒരുപാട് ബാക്കിൽ. ഇവിടെ ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് ട്രിപ്പ് പോകുന്നത് കേട്ടോ. നമ്മൾക്കൊരു ട്രിപ്പ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ്. അതിന്റെ കഥയൊക്കെ ഞാൻ പറയാം. ഞാനിവരെ കൊണ്ടാക്കട്ടെ. ഞാനിവിടെ അങ്ങനെ പൂക്കോട്ടുംപാടം ടൗൺ ഇങ്ങനെ കണ്ടപ്പോഴേ എന്താ പറയാ, വളരെ ഫ്രീ ആയിട്ട് കിടക്കുക. ആളുകളൊക്കെ കുറച്ച് കുറവാണ്. വോട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ ബൂത്തുകളിൽ ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. ബൂത്തുകളിലൊക്കെ നല്ല ആളുകളുണ്ട്. ഇത് ലക്കാ, നമുക്ക് ലക്ക കിട്ടിയ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ തന്നെ കിട്ടിയ ട്രിപ്പാണ്. ഇതാണ് പൂക്കോട്ടുംപാടം ടൗൺ. പൂക്കോട്ടുംപാടം ടൗണൊക്കെ അത്യാവശ്യം ഒരുപാട് വലുതായി മാറി തോന്നുന്നുണ്ട്. നേരെ ടൗണിലേക്ക് വല്ലാതെ നമ്മൾ നിൽക്കുന്നില്ലല്ലോ, നമ്മളിങ്ങനെ പാസ്സായി. ഞാൻ അവരെ കൊണ്ടുവന്നാക്കി 16 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു നമ്മൾ കൊണ്ടുവന്ന് വിട്ടത് കേട്ടോ. 16 കിലോമീറ്ററിന് 356 റുപ്യാണ് വരിക. നമ്മൾ 350 വാങ്ങിയിട്ടുണ്ട്. 356 രൂപ. ഇത് പൂക്കോട്ടുംപാടത്ത് ചെട്ടിപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഒരു ഏരിയയിലേക്കാണ്. അതായത് ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലമാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം. പക്ഷെ അതിന്റെ ഉള്ളിൽ എവിടേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മോ, അത്യാവശ്യം തിരക്കില്ലാത്ത. പിന്നെ അത് മാത്രമല്ല, ഇവിടെയൊക്കെ ചൂട് കുറച്ച് കുറവുണ്ട് ഈ ഒരു ഏരിയക്ക് വന്നപ്പോഴേക്ക്. നമ്മൾ പണ്ട് ടൗണിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും അല്ലേ. ചുമടിക്ക് വന്നപ്പോഴേക്ക് കുറച്ച് ചൂട് കുറവുണ്ട്. നമ്മൾ പശ്ചിമഘട്ടത്തിന്റെ താഴത്താണുള്ളത്. ഇവിടെയൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ മഴ തന്നെയാവും. ഇവിടെയൊക്കെ നേരത്തെ മഴയും തുടങ്ങും. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പോന്നപ്പോ ഇവിടുത്തെ ഈ ഏട്ടനുണ്ടല്ലോ, ഏട്ടനെയും അദ്ദേഹത്തിന്റെ മകനെയാണ് നമ്മൾ കൊണ്ടുവന്ന് വിട്ടത്, ചെറിയ പയ്യനെ. അപ്പോ അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 10,360 റുപ്യ ചെലവാക്കി വന്നത്. പൂക്കോട്ടുംപാടത്തേക്ക് ബസ് ഇല്ലാത്തതുകൊണ്ടല്ല, ബസ് ഉണ്ട്. പക്ഷെ ബസ് എപ്പോഴും അറിയില്ലല്ലോ. ഇപ്പൊ തന്നെ സമയം എന്ന് പറയുന്നത് ഇവിടെ 3 മണി കഴിഞ്ഞ് 3 കാലമായിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ റോഡ് ഇവിടെ എത്തിയപ്പോഴേ, അദ്ദേഹം വോട്ട് ചെയ്യാനാ വന്നിട്ടുള്ളത്, ഇവിടെ വാർഡ് മെമ്പർ ഇല്ല ചോദിച്ചു. കാരണം ശോചനീയാവസ്ഥ. ഡാറിങ് ഇത് ഉണ്ടാക്കിയെന്ന് ചെയ്തതുകൊണ്ട് പിന്നെ ഈ ഭാഗത്തൊന്നും ഡാർ ചെയ്തിട്ടില്ല. അതിന്റെ അമ്മ റബ്ബറാ, ഫുള്ളായിട്ട് റബ്ബറാ. കണ്ടങ്ങള് റബ്ബറാ. ഇവിടെ ഒരു ചക്ക അടക്കണം. വണ്ടി കിട്ടാലോ. അതിരുന്ന ചക്ക വേണ്ടല്ലേ, ആരെ കൊണ്ടെന്ന് വെച്ചാണ് അവർ. അതിൽ ഞാൻ ഇട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഒരു തമാശയായിട്ട് 2 സൈഡും റബ്ബറും തോട്ടത്തിന്റെ നടുവിലൂടെ ഉള്ള ഒരു വഴി. ഇവിടെ റോഡ് ഓക്കെയാണ്. ഇവിടെ നമുക്കൊരു നീളം നല്ല രീതിയിൽ റോഡ് മോശമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇവിടെ വാർഡ് മെമ്പർ ഇല്ല ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വാർഡ് മെമ്പറൊക്കെ ഉണ്ട്, എന്താ ഇങ്ങനെ എന്നറിയില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ വണ്ടൂർ പഞ്ചായത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങൾക്കറിയാലോ, ഞാൻ നിരന്തരം എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതാണ് എൻ്റെ പഞ്ചായത്തിലെ ഓരോ ഭാഗങ്ങളും. റോഡ് നിങ്ങൾ നോക്കിക്കൊണ്ടു അധികം എവിടെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റില്ല. ഏതെങ്കിലും ഒക്കെ ഒന്ന് അതന്നെ എനിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ കുറെ ആലോചിച്ചു. നിങ്ങൾ ഇവിടെയൊക്കെ ബുദ്ധിമുട്ടാ. ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും ഇനിയിപ്പോ ബൈക്ക് ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ നമ്മൾ റോഡ് ഉണ്ടാക്കിയ ആ ടൈമിൽ ടാർ ചെയ്തതായിരിക്കും. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ റോഡ് അധികം നിലനിൽക്കില്ല. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഈ റബ്ബറുകളിൽ നിന്നും മഴ പെയ്ത് കഴിഞ്ഞ് ചോർന്ന് പോയാലും മഴ പെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു വില്ലേജ് കാണാനിടയുണ്ടായി. ഒരു വില്ലേജ്, നമ്മളുടെ വില്ലേജ് പോലെയൊക്കെ ഉള്ള ഒരു വില്ലേജ് തന്നെ. കണ്ടോ, എല്ലാ വീടുകളും ഒരേപോലെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വീടുകളാന്ന് തോന്നുന്നു. എല്ലാ വീടുകളും ഒരേപോലെയാണ്. അതുപോലെ തന്നെ അവിടെ വേറെ ചെറിയൊരു വീടുണ്ട്, ഒരു കുഞ്ഞൻ വീട് ഓടിട്ടാണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട്. നമ്മൾ ഈ സിനിമകളിലൊക്കെ വില്ലേജ് കാണുമ്പോൾ, നമ്മുടെ കേരള വില്ലേജ് കാണുമ്പോൾ അതിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വീട്. പക്ഷെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ, നമ്മളാ വീട് മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക പറഞ്ഞാൽ മോശമല്ലേ എഴുതിട്ടാ, അവരെന്താ കരുതുക. അങ്ങനെ ബുദ്ധിമുട്ടിന്റെ റോഡ് കഴിഞ്ഞു. ഈ സ്ഥലത്തിന്റെ പേരാണ് ചെട്ടിപ്പാടം. ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ TK കോളനിയാണ്. ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നതാണ്. കൈ കാണിക്കണ്ടേ, കയറ്റാലേ. ഞാനിപ്പോ ഈ നിൽക്കുന്ന സ്ഥലം പാലമര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് പോരുമ്പോ അവിടുന്ന് ഒരുത്തേയും കുട്ടി ഒക്കെ കൈ കാണിച്ചല്ലോ. നമ്മൾ കയറ്റി. ഒരു മാത്രമല്ല, വേറെ 2 കൂടി കയറി, മൊത്തം 3 പേര് ടൗണിലേക്ക് കൊണ്ടുവരുമ്പോഴേക്ക് ഞങ്ങളുടെ വണ്ടൂരത്തെ കണക്ക് പ്രകാരം വണ്ടൂരത്തെ കണക്കല്ല, നോർമല് 10 റുപ്യന്റെ പോയിന്റ് ഉള്ളൂ.
ദൂരം നോക്കുമ്പോഴേക്ക് 2.5 കിലോമീറ്ററുള്ള അവർ കയറിയോടുന്ന് പൂക്കോട്ടുംപാട് ടൗണിലേക്ക് 4 കിലോമീറ്റർ വരെ 10 രൂപയിൽ പോരാ മടക്കം. അപ്പൊ ഞാൻ അവിടെ നിന്ന് അവരെ മടക്കം കൊണ്ടുവന്ന് അവിടെ 2 പേര് ഇറങ്ങി. പിന്നെ ഈ പാലമരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഇട്ടേനെ ആ താത്താനെ കുട്ടികളെ കൊണ്ടുവന്ന് വിടാണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്കൊരു അവിടേക്ക് ആ ഭാഗത്തേക്കൊക്കെ അവരെ ഇറക്കിയ സൈഡിലേക്ക് കുറച്ച് VIP ഏരിയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. വീടുകളൊക്കെ നല്ല അടിപൊളി വീടുകളെല്ലാം ആയിട്ട് ഷെയറാണ്. ഒരു വലിയൊരു പറമ്പ്, ആ ഒരു പറമ്പിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീടുകൾ നല്ല രസമാണ്. അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് താത്ത എന്നോട് പറയാം 50 രൂപയാണ് ഞങ്ങൾ പൂക്കൂട്ടുംപാടുന്ന് കൊടുക്കല്, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് വന്ന ചാർജ്. അപ്പോൾ 60 രൂപ അവരെനിക്ക് തന്നു. നമ്മൾ ഈ പൂക്കോട്ടുംപാടത്തേക്ക് വന്ന ട്രിപ്പ് ഉണ്ടല്ലോ 350 റുപ്യക്കാണല്ലോ നമ്മൾ പോകുന്നത്. 350 റുപ്യയിൽ നമ്മൾ അവരെ ഇറക്കി അദ്ദേഹത്തെ ഇറക്കി തിരിച്ചു പോകുന്നത് നമുക്ക് 20 റുപ്യ മടക്കം കിട്ടി. 20 റുപ്യ മടക്കം കിട്ടുമ്പോൾ 370 പിന്നെ താത്താനും കുട്ടികളെ കൊണ്ടാക്കി അത് 60 കിട്ടി. അപ്പൊ 430 റുപ്യ. അതായത് ഒറ്റ ട്രിപ്പ് പൂക്കോട്ടുംപാടത്തേക്ക് കിട്ടി നമ്മൾ 430 രൂപയ്ക്ക് ഓടി. ഉച്ച വരെ നമ്മൾ 530 റുപ്യക്ക് ഓടി. അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മൾ 960 രൂപയ്ക്ക് ഓടി. അതൊന്ന് മനസ്സിലാക്കണം. 960 റുപ്യക്ക് നമ്മൾ നിസ്സാര സമയം കൊണ്ട് ഓടി. അങ്ങനെയെങ്കിൽ ഞാൻ പൂക്കോട്ടുംപാടം മണ്ണിൽ നിന്നും തിരിച്ച് വണ്ടുവിന്റെ മണ്ണിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഗേറ്റ് അടവിന്റെ കാര്യം ഞാൻ മറന്നു. ഗേറ്റ് അടവിലെ വാണിയമ്പലത്ത് ഈ ഒരു വിഷയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ ശബ്ദമുയർത്തുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. പക്ഷെങ്കിലും അത് ഇനി ഇപ്രാവശ്യം ഇവിടെ അനിൽകുമാർ ജയിച്ചു, കേരളം LDF ആണ് ഭരിക്കണമെങ്കിലും ഇവിടെ പാലം വരാൻ സാധ്യതയല്ല. ഇവിടെ LDF ജയിച്ചു, ദാമോദരേട്ടൻ ജയിച്ചു, കേരളം കോൺഗ്രസ് ആണ് ഭരിക്കണമെങ്കിലും പാലം വരാൻ സാധ്യതയില്ല. ജനങ്ങൾ അനുഭവിക്കുന്നത് 20 മിനിറ്റാണ് എനിക്ക് ഗേറ്റ് അടവിൽ പോയ സമയം. ഇത് ഇന്നും നില തുടങ്ങിയ സംഭവമല്ലത്. ഈ വണ്ടികളൊക്കെ ഇനി അപ്പുറത്തേക്ക് പോകാനുള്ളതാണ്. ഇത് ഒരുപാട് ദൂരത്തേക്ക് ഉണ്ടാവുകയില്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കാറുകാർ കയറി വരുന്നവരുണ്ട്, ഓട്ടോക്കാർ കയറി വരുന്നവരുണ്ട്. അവരുണ്ടാക്കുന്ന ചെറിയൊരു കെട്ടും ബ്ലോക്കോ അങ്ങനെയും വരും. എല്ലാവരും ഒന്നും ക്യൂ പാലിക്കില്ല. കുറച്ച് അത്യാവശ്യക്കാരൊക്കെ അങ്ങനെ കയറി പോകുമ്പോഴേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ സ്റ്റെക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് കണ്ടങ്ങള് ഒക്കെ വണ്ടികൾ നിൽക്കുവാണ്. ഇതിപ്പോ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ 1/2 കിലോമീറ്ററിന് മേലായി. 1 കിലോമീറ്ററൊക്കെ ആവാനായി. വണ്ടൂരെത്തി ഒരു ലോക്കൽ എടുത്തു 50 രൂപയുടെ. അപ്പൊ നമ്മൾ 1010 രൂപയ്ക്ക് ഓടി. ആ സന്തോഷ വിവരം നിങ്ങൾ എല്ലാവരും അറിയിച്ചു കൊടുക്കും. സമയം 4:20 എന്തോ ആയിട്ടുള്ളൂ. നോക്കട്ടെ, 4:40 ആയില്ലേ. കുഴപ്പമില്ല. എന്നാലും 4:40 ആയപ്പോഴത്തേക്കും നമ്മൾ 1010 രൂപ. അമേസിങ്. അങ്ങനെ നമ്മൾ ഓടി രാത്രി 7 മണി സമയമായിട്ടുണ്ട്. 7 മണിക്ക് 5 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് ലോക്കലുകൾ പോയി. പിന്നെ കാര്യപ്പെട്ട ഒരു 10-200 റുപ്യന്റെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 310 ആയിരുന്നു അല്ലേ. 310, 340, 380. അങ്ങനെയെങ്കിൽ നമ്മൾ 1380 രൂപയ്ക്ക് ഓടിക്കുകയാണ്. 1500 ആക്കാൻ പറ്റുമോ നോക്കുക. 7 മണിയായി. ഇനിയിപ്പോ 1 മണിക്കൂറും കൂടെയൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോ ആവും, ചിലപ്പോ ആവില്ല. ചെങ്ങന്മാരെ, നമ്മൾക്ക് ഇന്നത്തെ ഓട്ടം നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ സമയം അധികം ഒന്നും ആയിട്ടില്ല. സമയം 7-7:30 ആ റേഞ്ച് ആയിട്ടുള്ളൂ. അതെന്താ വെച്ചാല് നിർത്തേണ്ട സാഹചര്യം എന്താന്ന് വെച്ചാൽ ടർഫില് കളി ബുക്ക് ചെയ്തിരിക്കണം ചെക്കന്മാരെ. അപ്പൊ ഞാൻ ഉച്ചക്ക് വിളിച്ച് ഞാൻ അപ്പത്തെ ഒരു അവയില് ഓക്കെ പോവുക കളിക്കുക എന്നൊക്കെ പറഞ്ഞു ചെയ്തു. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ബൂട്ടൊക്കെ എടുത്ത് കളിക്കാൻ പോവാ. അതാണ് ആ ടൈമായി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഓടം നടക്കില്ല. ഒരു 20 റുപ്യന്റെ കമ്മി ഉണ്ട് നമുക്ക്. വെറും 20 റുപ്യന്റെ കമ്മി. വെറും ഒരു 20 രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 1500 രൂപ തികയുന്നതാണ്. 1500 രൂപയ്ക്ക് നമ്മൾ ഓടി. പക്ഷേങ്കിൽ 20 രൂപ ഇനി കിട്ടാൻ മാർഗമല്ല. ഇവിടുന്ന് അതിലൊക്കെ മടക്കം പോകുമ്പോൾ കിട്ടിയാലേ ഉള്ളൂ. അതൊന്നും ഇപ്പൊ കിട്ടൂല. എന്തൊക്കെയാ ഞാനേ പോയി ബൂട്ടൊക്കെ എടുത്ത് സെറ്റ് ആവട്ടെ. ചെങ്ങന്മാരെ, നമ്മൾ നേരം വൈകിട്ടാ 8:02 നമ്മൾ 1500 റുപ്യ തികച്ചു. നമുക്ക് 2 ആളെ മടക്കം കിട്ടിയിനി. പക്ഷെങ്കിൽ ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചിക്കൻ കടയിൽ കൂടെ ഞാൻ തെരഞ്ഞു. പക്ഷെങ്കിൽ ഇന്ന് ചിക്കൻ കിട്ടിയ അങ്ങനത്തെ ഒരു വിഷയം കൊണ്ട് ഞാൻ നേരം വൈകി കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചെക്കന്മാർ ഇന്റെ വണ്ടിയിൽ പോരാന്ന് പറഞ്ഞിട്ട് ഇവിടെ പാലത്തങ്ങ് നിന്നിക്കണല്ലേക്ക് അറിയില്ല. ഇല്ലെങ്കിൽ ടർഫ് ഏതൊക്കെ അറിയില്ല. ഇവിടെ 3-4 ടർഫ് ഉണ്ട്. ഇതിൽ ഏത് ടർഫൊക്കെയാണ് പോണതൊക്കെ അറിയില്ല.
ആരും ഇവിടെ നിന്നിട്ടില്ല. കണ്ണന് ചൊല്ലിയുണ്ട്. ഓക്കെ എടോ അതിൻ്റെ ബൂട്ട് ഞങ്ങളുടെ നാട്ടിൽ ലീഗ് കളി തുടങ്ങിയപ്പോൾ അന്ന് ഞാൻ വാങ്ങിയതാണ് ബൂട്ട്. അതുപോലെ തന്നെ ടൗസർ നിർബന്ധാടാ. നിങ്ങൾ കണ്ട വിഷ്ണു അല്ല ഈ വിഷ്ണു. 2009 2020 വരെ അതിസാഹസികമായി ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു പ്ലെയറാണ് ഞാൻ. ഞാൻ ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കട്ടവും പടം നമ്മുടെ പുതിയ പിള്ളേർ മടക്കും. ചെന്നാൽ പോലും നമ്മൾ മാക്സിമം കളിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇവരുടെ ഉടായ്പൊന്നും നടക്കൂല നമ്മുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ടൂൾസ് എടുത്തുക്കണം. ബൂട്ടൊക്കെ ഇട്ട് കിടക്കട്ടെ കുതിരപ്പായ പവറോ ഇജ്ജ് ഇവിടെ ഉണ്ടോ? ഇജ്ജ് ഉണ്ടായിട്ട് അതിൻ്റെ അല്ല ഇത് ആണല്ലേ അതിച്ചറിയാം. അല്ല ഇതിൻ്റെ ഹെഡ് എങ്ങനെ പിന്നെ പാപ്പനായി? ഒരു 5 ആൾക്കാരെ ഓനെ ഏൽപ്പിച്ചു, മറ്റേ പൈസ ഇറക്കണ്ടേ. സാധാരണ നമ്മളൊക്കെ ഓനെ ചാമ്പലാണ്. അപ്പോൾ ഒരു ഓൻ കഴിച്ചില്ലായിരുന്നു. ഓ മൈ ഗോഡ് ആർക്കാ ആകടെ അടിച്ചില്ല. ഇതൊക്കെ എൻ്റെ നാട്ടിലെ എൻ്റെ വാർഡിലെ എൻ്റെ പിള്ളേർ. ഞങ്ങളുടെ കളി ആരംഭിക്കുകയാണ്. എന്റെ ദൈവമേ ജയിച്ചിക്കണ്. ഇവനൊക്കെ തോറ്റു. കണ്ണൻ ജയിച്ചു, അവൻ ജയിച്ചു, ഇവനൊക്കെ ജയിച്ചു, അവൻ തോറ്റു. ഇവിടെ മറ്റേ മെയിൻ തോറ്റ ആൾക്കാരൊക്കെ എവിടെ? പുട്ടിനൊക്കെ കാണിക്കണ്ടേ? ഓ മൈ ഗോഡ്. ഞാൻ മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കളിയാവും നമ്മൾ തോൽക്കും. പക്ഷെ അതൊന്ന് വിഷയാക്കണ്ട. രണ്ടാളും ഞാൻ ഫസ്റ്റ് ഫോമായില്ല. ആ ഗ്യാപ്പിൽ 2 ഗോൾ അടിച്ചു. 8-2 ആയതുകൊണ്ട് തിരക്കടില്ല. അപ്പോൾ ഇന്നത്തെ കളി അവസാനിച്ചിരിക്കുന്നു. 8-2 ഇവര് തോറ്റു. ഇവര് വിയർക്കാണത് കരയണം മനസ്സിലാണ്. ഞാനേ കളി കഴിഞ്ഞ് ഞങ്ങളെ പാലത്തിങ്ങാണ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ എത്തുമ്പോഴേക്ക് സമയം എടുക്കും. അപ്പോൾ ഇപ്പം തന്നെ 10 മണിയായി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.